ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഡിഷാണ് മീൻ ഉലർത്തിയത്. ഇത് നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏതുതരം മീൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ നെയ്മീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മീൻ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം. മുള്ളില്ലാത്ത പീസ് എടുക്കുകയാണ് നല്ലത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് മാരിനേറ്റ് ആകാൻ വെച്ചിട്ട് ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. ഇത്രയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ എണ്ണയിൽ തന്നെ ഇതൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാനും പറ്റും. ഇപ്പോൾ മീനെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. മീനെല്ലാം ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾക്ക് വഴറ്റേണ്ടത്. ഇപ്പോൾ മീനെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ 2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള അരിഞ്ഞതായാലും ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് 5 എണ്ണം, ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഉണക്കമുളക് 3 എണ്ണം. ഇത്ര ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ചതച്ച മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും പൊടികൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടെ വഴന്ന് കഴിയുമ്പോൾ 1 തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഈ കറിക്ക് ടേസ്റ്റ്.
തക്കാളി ഇട്ട് ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിനി വറുത്ത് വെച്ച് മീൻ ഇട്ട് കൊടുക്കാം. മുള്ളില്ലാത്ത പീസ് എടുക്കുന്നതാണ് മീൻ ഉലർത്തുന്നതിന് നല്ലത്. ഇപ്പോൾ ഞാനിവിടെ മീനെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറിക്ക് ചെറിയൊരു പുളിയും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പൈസ് ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ മീൻ ഉലർത്ത റെഡിയായിട്ടുണ്ട്. ഇത് മീൻ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്